ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മല്ലു മദ്രാസി. അങ്ങനെ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ഉത്സവത്തിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മുടെ വൈക്കത്തെ വൈകാഷ്ടമിയാണ്. അതിൻ്റെ ഉത്സവത്തിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇപ്പം ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കുറച്ച് പേരൊക്കെ ചേർന്ന് കോട്ടയം കുറവലങ്ങാട് നിന്ന് വൈക്കം അമ്പലം വരെ ട്രാവൽ ചെയ്യുവാണ്. വൈക്കത്തെ അമ്പലത്തെ ഇന്ന് വേൾഡ് ഫേമസ് ആയ വൈകാഷ്ടമി ദിവസമാണ്. അന്ന് വൈകിട്ട് കുറേ ഉത്സവങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് പോകുന്നത്. ഇന്നത്തെ വ്ളോഗ് നമുക്ക് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നൊന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇപ്പം നമ്മൾ ഏകദേശം കടുത്തുരുത്തി എത്തി. നമ്മൾ കടുത്തുരുത്തിയിൽ നിന്ന് ഇപ്പം റൈറ്റ് കയറി നേരെ നമ്മൾ തലയോളപ്പറമ്പ് വഴി വൈക്കത്തോട്ടാണ് ചെല്ലുന്നത്. വണ്ടി മാക്സിമം അമ്പലത്തിൻ്റെ അടുത്ത് വരെ എത്തും തോന്നുന്നു. അതുകൊണ്ടാണ് കാറൊന്നും എടുക്കാതെ നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്യുന്നത്. എന്ന് വെച്ചാൽ റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിരിക്കുന്നു. അതുപോലെ നല്ല ഒരു ആൾത്തിരക്ക് കാണുന്ന ദിവസം. അതുകൊണ്ട് നമ്മൾ ബൈക്ക് എവിടെയെങ്കിലും അതിൻ്റെ അടുത്ത് വരെ പോകാൻ പറ്റിയില്ല. എവിടെയെങ്കിലുമൊക്കെ നല്ല സ്ഥലത്ത് നമ്മൾ പാർക്ക് ചെയ്തിട്ട് 2-3 കിലോമീറ്റർ നടന്നു പോകേണ്ട ഒരവസ്ഥ വരുമായിരിക്കും. അതുപോലെ തിരക്കായിരിക്കും. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അങ്ങനെ അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസിൽ എത്തിയേക്കാണ്. ഇവിടുന്ന് കുറേ നടന്ന് അകത്തോട്ട് പോകണം അമ്പലം എത്താൻ വേണ്ടി. നമുക്ക് എന്തായാലും ഇവിടെ കുറേ പരിപാടിയൊക്കെ ഇവിടെ തൊട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. വാവ്, അടിപൊളിയായിട്ട് നമുക്കൊരു ശിവൻ്റെ ഒരു രൂപം അവരിങ്ങനെ വരയ്ക്കുവാണ്. അടിപൊളിയായിട്ട് നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ ഈ നടന്നു പോകുന്ന വഴികൾ ഫുള്ള് നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ച് നമ്മുടെ അമ്പലത്തിൻ്റെ എൻട്രൻസ് വരെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വരും. അതിൻ്റെ 2 സൈഡിലായിട്ടാണ് നമ്മൾ നടന്ന് ചെല്ലുന്നത്. നല്ല ഒരു കാഴ്ച, നല്ല ഒരു ഭംഗിയുള്ള രസമുള്ള കാഴ്ചയാണ് ഇതൊക്കെ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വൈകാഷ്ടമി ദിവസം എന്താണ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മുടെ ഒരു സന്യാസി കാലങ്ങളായിട്ട് ഇവിടെ വന്ന് തപസ്സിരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു ദിവസം നമ്മുടെ ശിവനെയും നമ്മുടെ പരമശിവനെയും പാർവതീനെയും ദർശനം കിട്ടിയ ഒരു സ്ഥലമാണ് ഈ സ്ഥലം. അങ്ങനെ ഈ സ്ഥലത്തിന് വന്ന ഒരു വിളിപ്പേര് വന്നു. അതായിരുന്നു വ്യാകരപ്പടപുരം. ആ പേര് പിന്നീട് കാലങ്ങളിൽ ഈ തമിഴ് ഭാഷയിൽ ഭയങ്കര ഫേമസ് ആയിട്ട് അങ്ങനെ പിൻകാലത്ത് ഈ വ്യാകരപ്പടപുരം എന്ന് പറഞ്ഞ പേരാണ് വൈക്കമായിട്ട് മാറിയത്. അങ്ങനെ വ്യാകരപ്പട സന്യസിക്ക് ശിവനെയും പാർവതിനെയും ദർശനം കിട്ടിയ സ്ഥലമാണ് ഈ സ്ഥലം. പിൻകാലത്ത് ഇവിടെ ഒരു അമ്പലം വരികയും അത് വൈക്കത്തപ്പൻ്റെ അമ്പലം എന്ന് വിളിക്കുകയും ചെയ്യുകയാണ്. ഇത് ഭയങ്കര ഒരു ഫേമസ്. അന്നത്തെ ദിവസം ഒരു കൃഷ്ണാഷ്ടമി ദിവസമാണ്. അതുകൊണ്ട് അന്ന് ഒരു ദർശനം കിട്ടിയ കൊണ്ട് അത് കാലങ്ങളായിട്ട് ഒരു വൈകാഷ്ടമി, ഒരു വൃശ്ചിക മാസ ദിവസത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ വൃശ്ചിക മാസത്തെ വൈകാഷ്ടമി ഭയങ്കര ഗ്രാൻഡായിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നു. അമ്പലത്തിൻ്റെ അകത്ത് പ്രവേശിച്ചേക്കുവാണ് ഫ്രണ്ട്സ്. നമുക്ക് കാണാം ഇവിടെ ഗജവീരന്മാരൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് സമയത്തിൽ നമ്മുടെ ഗജവീരന്മാർ നമ്മുടെ പരമശിവൻ്റെ തിടമ്പ് എത്തിക്കൊണ്ടുള്ള ഘോഷയാത്രയുണ്ട്. അതൊക്കെ നമുക്കൊന്ന് കാണാം. ഒരു അടിപൊളി കച്ചേരിയൊക്കെ നടപ്പുണ്ട്. അതും നമുക്കെല്ലാം കാണാം. നമുക്ക് ഈ ഉത്സവം അങ്ങനെ കണ്ട് ആസ്വദിക്കാം.
അങ്ങനെ നമ്മളൊരു ചെറിയ കച്ചേരിയൊക്കെ കേട്ടിരുന്നു. നല്ല രസമായിരുന്നു അത് കേട്ടിരിക്കാൻ. ബട്ട് നമുക്ക് ഓൾറെഡി ലേറ്റ് നൈറ്റൊക്കെ ആയ കാരണം ഭയങ്കര ബ്ലോക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ ഒത്തിരി നേരം ഇരുന്നില്ല. പക്ഷേ കേട്ടിരിക്കാൻ നല്ല രസമാണ്. ആദ്യമായിട്ട് ഞാൻ ഒരു കച്ചേരി കേൾക്കുന്നത്. ആ സമയത്തിനുള്ളിൽ നമ്മുടെ ഗജവീരന്മാർ തിടമ്പ് ഏറ്റിക്കൊണ്ട് അമ്പലം ചുറ്റി ഒന്ന് വന്നു. ഇനി നമുക്ക് അമ്പലത്തിൻ്റെ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയുണ്ടെന്നൊരു കാഴ്ചകൾ കാണാം. എന്നിട്ട് നമുക്ക് പോകാം. നമ്മളങ്ങനെ കുറേ കടകളൊക്കെ കണ്ട് ഇങ്ങനെ വന്നപ്പം ഒരു സ്മോക്കി ബോൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കുറേ ബോൾസ്, കുറേ ചോക്ലേറ്റ്സ് ഉണ്ട്. ഇതൊക്കെ എടുത്ത് നമ്മൾ വായിട്ട് കഴിഞ്ഞാൽ നമ്മൾ സിഗാറ് വലിക്കുന്ന പോലെ വായിക്കൂടെ മുക്കിക്കൂടെയൊക്കെ പുക വരുന്നത് കാണും. എന്താ ഈ പുള്ളി ചെയ്യുന്നതെന്ന് നമുക്ക് കുറച്ച് നേരം കണ്ടു നോക്കാം. നമുക്കൊരു പുള്ളിയുടെ കൈ സ്മോക്ക് ചെയ്തുകൊണ്ട് അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഒരു ഐസാന്ന് പറഞ്ഞു. അത് ഐസ് ഇതിൻ്റെ ഒരു കെമിക്കലാണെന്ന് തോന്നുന്നു. എന്തോ ഒരു സംഭവമാണ് അത്. നമ്മൾ ഐസ് ക്രിസ്പി നമ്മുടെ ചീസ് ബോൾസ് ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് തരും. ആ ബോൾസ് എടുത്ത് നമ്മൾ വായിക്കകത്ത് ഇടുമ്പം നമ്മളെ കസിൻ അത് ട്രൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ടോ നമുക്ക് കണ്ടു നോക്കാം. കണ്ടോ, ഇതാണ് അവസ്ഥ. ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ് ഇവരൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ കുറേ നടക്കാനുണ്ട്. നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്താൻ കുറേ ഗ്രൗണ്ടിൽ പരിപാടികൾ വേറെ ഉണ്ട്. ആകാശ ഊഞ്ഞാൽ, അതുപോലെ എൻ്റർടൈനിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്. തൽക്കാലം നമുക്ക് ടൈമില്ല. നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അതുപോലെ പ്രത്യേകമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.